ഒരിക്കൽ മാസ്റ്റർ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് അവൻ്റെ പേരിട്ടിരിക്കുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്റർ എന്താണ്? അല്ല, ജയൻ്റെ പേരെന്തിനു നിനക്കിട്ടിരിക്കുന്നു? അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാനിട്ടതല്ലേ മാസ്റ്റർ, അത് എൻ്റെ അച്ഛനും അമ്മയും ഇട്ടതല്ലേ, അത് മാറ്റണം. അപ്പോൾ ഞാൻ മാസ്റ്ററോട് പറഞ്ഞു, അല്ല, അച്ഛനും അമ്മയും ഇട്ട പേരല്ലേ മാസ്റ്റർ, അത് മാത്രം പറയരുത്, പേര് മാറ്റുന്ന കാര്യം മാത്രം പറയരുത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിന്റെ അപ്പൂപ്പൻ്റെ പേരെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഗോപാലപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സംസാരമൊക്കെ അവസാനിച്ചു. അതിനുശേഷം കുറേ നാളത്തേക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു സംസാരമില്ല, എൻ്റെ പേര് മാറ്റുന്നതിനെക്കുറിച്ചും ഒരു സംസാരമില്ല. അപ്പോൾ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓണത്തിൻ്റെ ഒരു ഗാനമേള നടക്കുന്നു. ബാലന് ഓർമ്മയുണ്ടാവും. ബാലനും മാധുര്യമ്മയും ഞാനുമാണ് ഗായകർ. അപ്പോൾ എന്നെ പാടാൻ ഏൽപ്പിച്ചിരിക്കുന്ന പാട്ടുകളിലൊന്ന് അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തിപ്പൂവേ എന്നുള്ള പാട്ടാണ്. അന്ന് ബാലൻ പാടിയ പാട്ടുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാധുര്യമ്മ പാടിയതും ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മാസ്റ്ററാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഇനി അടുത്ത ഗാനം ആലപിക്കാനായി ഈ വേദിയിലേക്ക് വരുന്നത് യുവനിരയിൽ ശ്രദ്ധേയനായ ഗായകൻ തിരുവനന്തപുരം ഗോപാലചന്ദ്രൻ ആണ്. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല, ഇത് ആരാണ്, ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ബാലൻ, നമ്മളാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു പാട്ട് ഒരു 125 പ്രാവശ്യമെങ്കിലും പാടണം. ഈ പരിപാടി ആകുമ്പോഴത്തേക്കും നമുക്ക് ശബ്ദം ഉണ്ടാവില്ല. പക്ഷെ മാഷിന് അതൊന്നും പ്രശ്നമില്ല, പിന്നെയും പിന്നെ പാടി നോക്കിക്കോണം, കൃത്യമായിരിക്കണം. അപ്പം ഞാൻ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഗോപാലചന്ദ്രനെയും കാത്ത്. അപ്പോൾ മാഷ് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മാഷെ, നീ തന്നെ പോയി പാടിക്കോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ തിരുവനന്തപുരം ഗോപാലചന്ദ്രനായിട്ട് പാടിയിട്ടുണ്ട്. അതിന് കാരണവും ദേവരായ മാസ്റ്ററാണ്. ഇങ്ങനെയുള്ള പല പല നല്ല രസങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളും ഒരുപാട് മ്യൂസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും, ഇപ്പോൾ ചക്രവർത്തിനി പോലുള്ള പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് പഠിക്കാനുള്ള അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് ശിഷ്യനാവാനായിട്ടുള്ള അവസരമുണ്ടായി. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മ പറഞ്ഞു, ദക്ഷിണയായിട്ട് 101 രൂപയാണ് കൊടുക്കുക, അത് വെറ്റിലയും പാക്കിലും വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ പോയി മാസ്റ്ററുടെ കാലിൽക്കൽ വീണ് നമസ്കരിച്ച് ഓം ഗുരവേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് ആ 101 രൂപ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ 1 രൂപ മാത്രം എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ 1 രൂപ മാത്രം മതി, നിന്റെ ദക്ഷിണയായിട്ട് ഞാനിതെടുക്കും എന്ന് പറഞ്ഞു. ബാക്കി 100 രൂപ തിരിച്ചു തന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യമായി ഞാൻ ചെയ്യുന്ന ഒരു വർക്കിന് എനിക്ക് റെമ്യൂണറേഷൻ തരുന്നതും മാസ്റ്ററാണ്.